അപ്പൻഡിക്സ് ഓപ്പറേഷൻ മാറ്റിവെച്ചാണ് കോഴിക്കോട്ടുകാരി ദേവനന്ദ തലസ്ഥാനത്തെത്തിയത്. പ്രതിസന്ധികൾക്ക് നടുവിൽ നിന്നാണ് വളർന്നത്. നല്ലൊരു വീടെന്ന സ്വപ്നം ഉള്ളിലുണ്ട്. അസഹനീയമായ വേദന മാറിയിട്ടുമില്ല. പക്ഷേ ഇതൊന്നും ഈ കൊച്ചുമിടിക്ക് തളർത്തിയില്ല. ജൂനിയർ പെൺകുട്ടികളുടെ 100 മീറ്ററിലെ സ്വർണത്തിന് പിന്നാലെ 200 മീറ്ററിൽ റെക്കോർഡ് കുറിച്ചപ്പോൾ ദേവനന്ദ പൊട്ടിക്കരഞ്ഞു. ദേവനന്ദയെ അഭിനന്ദിക്കാനെത്തിയപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സബ് ജൂനിയറിൽ മത്സരിച്ച ഇടുക്കിക്കാരി ദേവപ്രിയയാണെന്ന് തെറ്റിദ്ധരിച്ചു. ദേവപ്രിയക്ക് CPIM വീട് നൽകുമെന്ന് പ്രഖ്യാപിച്ചതോർത്ത് വീട് ഉടൻ ശരിയാകുമെന്ന് വാഗ്ദാനം. നിനച്ചിരിക്കാതെ ലഭിച്ച വാഗ്ദാനം കേട്ട് ദേവനന്ദയും കുടുംബവും ഞെട്ടി. മന്ത്രിക്ക് ഒപ്പമുള്ളവർ ഈ കുട്ടിക്കല്ല വീട് പ്രഖ്യാപിച്ചത് എന്ന് പറഞ്ഞ് തിരുത്തിയെങ്കിലും മന്ത്രി ദേവനന്ദയുടെ കുടുംബത്തിന്റെ അവസ്ഥ ചോദിച്ചറിഞ്ഞു. നല്ലൊരു വീടില്ലെന്ന് മനസ്സിലായ ഉടൻ അവിടെ നിന്ന് തന്നെ ഉദ്യോഗസ്ഥരെ വിളിച്ച് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ നേതൃത്വത്തിൽ വീട് നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രഖ്യാപനം. പാർട്ടിക്കാരെ സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. വീടെന്ന സ്വപ്നം ഇത്ര വേഗത്തിൽ നടക്കുമെന്ന് കരുതിയില്ലെന്ന് ദേവനന്ദ. വീട് ശരിയായി തരാന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് നല്ല സന്തോഷം. എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. മീറ്റിന് പിന്നാലെ ശസ്ത്രക്രിയയ്ക്ക് വിധേയായി ഉടൻ ട്രാക്കിലേക്ക് തിരികെയെത്താനാണ് ഈ കൊച്ചുമിടുക്കിയുടെ ആഗ്രഹം. ദീപകിനും അക്ഷയ്ക്കുമൊപ്പം രുചീഷ് രവീന്ദ്രൻ, തിരുവനന്തപുരം.